ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, അപ്പം ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഏത് ബിഗിനേഴ്സിനും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒട്ടുമേ കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ബീഫ് ബിരിയാണി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ 1/2 കിലോ ബീഫ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇതുപോൾക്ക് ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് എടുത്തോളൂ. ഇതിപ്പോൾ എരിവുള്ള പച്ചമുളക് തന്നെയാണ്. പിന്നെ ഇത്ര ഇഞ്ചി, 3-4 പീസ് ഇങ്ങനെ ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അടുത്തത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വലുതായിട്ട് നീരില്ലാത്ത നാരങ്ങയായിരുന്നു. നല്ല നീരുള്ള നാരങ്ങയെങ്കിൽ ഒരു 1/2 നാരങ്ങ മതി. അടുത്തതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിനകത്തല്ല 1 മണിക്കൂറൊന്ന് വെച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണ്. ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. ഇതുപോലൊക്കെ നമുക്കിത് കുക്കറിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ ഒരു 1/2 മുറി തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമോടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. ഇതുപോലക്ക് ഞാനൊരു 4 സവാള ഇതുപോലക്ക് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 മുറി ക്യാരറ്റ് ഇതുപോലക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്. അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിനയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബിരിയാണി റൈസാണ് വേണ്ടത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. കഴുകി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലൊക്കെയുള്ള ഒരു 3 ഗ്ലാസ്. ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അരിയുടെയും ബീഫിൻ്റെ ഒക്കെ എണ്ണം കൂട്ടാം. അപ്പോൾ 1/2 കിലോയ്ക്ക് ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അണ്ടിപ്പരിപ്പൂടെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് നെയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി വറുത്ത് കോരാം. ബിരിയാണിക്കുള്ളത് വറുത്ത് കോരാനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഉള്ളി വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് വറുക്കാം. ഇതിപ്പോൾ തൽക്കാലം നമ്മുടെ കാഷ്യൂനട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, അതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കാം. 1-2 ട്രിപ്പായിട്ട് വറുത്ത് കോരി എടുത്ത് വെച്ചാൽ മതി. ഇതൊന്ന് വേഗം വറന്ന് വരാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. ഉള്ളി വറക്കാനിട്ട് ഈ ഒരു പരുവമായി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോവും. ഇനി ഒന്നോട്ടിരുന്നത് മൂത്തോളും നമ്മുടെ പാത്രത്തിൽ ഇരുന്നിട്ട്. ഈ സമയം കൊണ്ട് തന്നെ ബീഫും നമ്മൾ 4 പ്രഷർ കൊടുത്തിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉള്ളി നമുക്കിതുപോലെ തന്നെ വറുത്ത് കോരി അങ്ങ് എടുക്കാം. 2 ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്ത് കോരുന്നത്. ഉള്ളിയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ ബാക്കി വന്ന എണ്ണ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിക്കോണം. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് തന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്ക, അതുപോലെ തന്നെ ഒരു ബേ ലീഫ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു 3-4 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നല്ലോ, അതും അതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞതും ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി ഉള്ളിയോടെ വന്നിട്ടുണ്ട്, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത അരിയുടെ ഉണ്ടല്ലോ 1.5 ഗ്ലാസ് വെച്ചിട്ട് ആ ഒരളവിൽ, ഇപ്പം ഞാൻ 3 ഗ്ലാസ്സാണ് എടുത്തത് അരി. അപ്പം അതിൻ്റെ ഒരു 4.5 ഗ്ലാസ് വെള്ളം സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് എളുപ്പമായിരിക്കും.
അപ്പം പിന്നെ തിളയ്ക്കുമല്ലോ, എളുപ്പം അങ്ങ് തിളയ്ക്കും. സമയം ലാഭത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ഒരുപാട് മൂക്കിയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് വാടി ഒന്ന് കിട്ടിയേച്ചാൽ മതി. ഈ സമയം തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര ആണോ, 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ 1 നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വറ്റിച്ചെടുക്കുന്ന രീതിയിലുള്ള ബിരിയാണിയാണ്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഊറ്റിയെടുത്തിട്ട് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഊറ്റിയെടുക്കുന്നതായിരിക്കും എളുപ്പം. എന്ത് പോകുമോ കുഴഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള പേടിയുള്ളവർക്ക് ഇതുപോലക്ക് വെള്ളം ഇത്തിരി കൂടെ കൂടുതലിട്ട് കൊടുത്തതിന് ശേഷം ഇതങ്ങ് വാർത്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കുകയാണ്. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. 4 പ്രഷർ കൊടുത്ത് വേവിച്ച ബീഫ് ഉണ്ടല്ലോ, നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ശേഷം പ്രഷറൊക്കെ മാറ്റിയതിന് ശേഷം ബീഫ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള വേവേ ഉള്ളൂ, ഒത്തിരി വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അതിലൊരു അരഭാഗം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് വെക്കാം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും ഇല്ലേ, അതിൻ്റെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിനി അവിടുന്ന് വറ്റിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചോറും വെന്ത് കിട്ടും. ബീഫ് ഈ ഒരു പരുവത്തിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റാണ്, ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഈ ഒരു പരുവം മതി. ഇത്തിരി ഒരു ചാറുണ്ട്, അത് ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഈ ഒരു സമയം കൊണ്ട് സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, കാണിച്ചു തരാം. നമ്മൾ ആ വെച്ച് കൊടുത്ത വെള്ളം വെച്ച് നല്ല പെർഫെക്റ്റായിട്ട് ഒരു 90% വെന്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി, ഒട്ടുമേ കുഴഞ്ഞു പോയിട്ടില്ല. ഇതിന് ഞാൻ ഒരു പകുതി മാറ്റി വെച്ചിട്ട് കാണിക്കാം. ഞാൻ പകുതി ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് നിരത്തി ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം ഇട്ട് കൊടുക്കണ്ട, ഇച്ചിരി കൂടെ വെച്ചേക്ക്. മേളിലൂടെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചേക്കണം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയോടെ ഇടാം. രണ്ടുകൂടെ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ മേലയിലോട്ട് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചാറൂടെ ആകുമ്പോഴത്തേന് കറക്റ്റ് നമ്മുടെ ബിരിയാണി ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും അവസാനം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ലേ, ഞാനിപ്പം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഉള്ളിയും ഇട്ടിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ആ ബാക്കിയുള്ള പകുതി ചോറുണ്ടല്ലോ, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫൈനലി മേലെ കുറച്ച് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. തീരെ ചെറിയ തീയിലേ ഇടാവൂ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിലൊക്കെ ഇങ്ങനെ ഇതുപോലൊക്കെ ഹോളുണ്ടെങ്കിൽ അതൊരു ഓയിലോ വെള്ളം വെച്ച് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ദമ്മിടാം. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം. 10 മിനിറ്റ് ഇതുപോലൊക്കെ ഞാൻ കണ്ടില്ലേ, ഇതുപോലൊക്കെ ഞാൻ വെക്കണമെന്ന് പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ടായിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കൂടുതൽ ഇളക്കുന്നില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഒട്ടുമേ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിനൊക്കെ എല്ലാവരും ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്നതിന് പകരം ബീഫ് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വലിയ മെനക്കേടൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഒരു വശത്ത് ബീഫ് വേവുന്ന നേരം മാത്രം മതി നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.